if I hurt anyone's feeling regarding this issue that a follower of mine has stated. Sorry if I hurt anyone or spread any wrong information to the younger generation watching my video, and how much I have done for their family business. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഓരോ നല്ല കാര്യങ്ങളൊക്കെ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവർ വന്നിരുന്ന് ഒരു അവസരം കിട്ടിയപ്പോൾ അത് വിളിച്ചു പറയാമെന്ന് പറയുന്നത് ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഈ ദിയ കൃഷ്ണയുടെ വിവാദങ്ങൾ അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ ഇപ്പം പുതിയതായിട്ട് ഇട്ട വ്ളോഗിൻ്റെ താഴെയും ഇങ്ങനെ കമൻസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ വെറുത്ത്, അത്രയും ആൾക്കാർ വെറുത്തതിൻ്റെ പേരിലാണ് ഏകദേശം 20,000 സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ദിയ കൃഷ്ണയുടെ ഒരു മറുപടിയൊക്കെ ഇന്നലെയും വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട്. ഞാനതിവിടെ വായിച്ചു തരാം. പുള്ളിക്കാരത്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പേഴ്സണലി അയച്ച മെസ്സേജാണ്. ഞാൻ ആ മെസ്സേജിനുള്ള മറുപടി വായിക്കാം. ഞാൻ വെറുതെ അത് വായിച്ച് വെറുപ്പിക്കുന്നില്ല. I guess a statement I tried to say out loud to few negative comments ended up as a huge miscommunication on my vlog. കഴിഞ്ഞ പ്രാവശ്യം ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമല്ലോ, അതായത് ഇവർക്ക് എല്ലാവരെയും അമ്മ എന്ന് ഇവർക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇവരുടെ സ്വന്തം അമ്മയെ മാത്രമേ ഇവർക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് അശ്വിൻ്റെ അമ്മ ഇവർ വിളിക്കുന്നത് ആൻറ്റി എന്നായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞതിന് ശേഷം ഇവർക്കുണ്ടായ നെഗറ്റിവിറ്റി എന്തുമാത്രമാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇവർ സംസാരിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ പുറത്താണ്. ഞാൻ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വരുന്നത്. ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ഫിസിക്കലി ഇഫ് ഐ ഹേർട്ട് എനിവൺസ് ഫീലിംഗ് റിഗാർഡിംഗ് this issue that a follower of mine has stated. അങ്ങനെ പരസ്യമായി ദിയ മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോളോവർ വന്നിട്ട് പുള്ളിക്കകത്ത് ഈ മെസ്സേജ് അയച്ചപ്പോഴാണ് ബോധം വന്നത്. എനിക്കിതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ട് വരുന്നത്. ഈ സ്ത്രീക്ക് നല്ല വൃത്തിക്ക് അറിയാം ഇവർ പറഞ്ഞ സാധനം എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്ന്. അത് മാത്രമല്ല, എത്രയോ വീഡിയോസ്, ഈവൻ എന്തിനാ ന്യൂസ് ചാനൽസിനകത്തൊക്കെ വരെ ഓരോ പോസ്റ്റായിട്ട് വരെ വന്ന് ഇതിനെ പറ്റിയിട്ട്, എന്നിട്ട് ഇവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഫോളോവർ അയച്ചപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്. ഐ ഡിഡ്ന്റ് തിങ്ക് മച്ച് ബിഫോർ സേയിങ് ദാറ്റ് സം ഓഫ് മൈ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഫാമിലി ജെന്യൂൻലി മെസ്സേജ്ഡ് മീ ദിസ് സെയിം തിങ് വിത്ത് ലവ് ആൻഡ് ഐ ഗെസ് ഐ ഷുഡ് അഡ്രസ് ദിസ് ഇഷ്യൂ ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ വേർഡ്സ്. സോറി ഇഫ് ഐ ഹേർട്ട് എനി വൺ ഓർ സ്പ്രെഡ് എനി റോങ് ഇൻഫർമേഷൻ to the younger generation watching my video. That really wasn't my intention. Have a positive day. ഇവർ പറഞ്ഞ കണ്ടില്ലേ, ഇവർ ഭയങ്കര ഇവർ ഇൻറ്റൻഷനിലൂടെ ഇവർ ചെയ്തതല്ല. ഇവരെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ ക്ഷമ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഞാൻ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുത്തതെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ സോറി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് റിയലൈസ് ചെയ്യുക. അല്ലാതെ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ബോധം വരത്തുള്ളൂ എന്ന് പറയാൻ നിങ്ങൾക്ക് വയസ്സ് 15 or 16 ഒന്നും അല്ല. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ തൊട്ട് പുറകെ തന്നെ വേറൊരു പോസ്റ്റ് ഇവരിട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനകത്താണ് അതിലും വലിയ കോമഡി. ആ പോസ്റ്റിനകത്ത് ഇവർ പറയുന്നതും കൂടെ ഞാൻ വായിക്കാം. ഇത് കൗമുദി എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നതാണ്. അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് മാത്രം, വഴിയിൽ കാണുന്നവരെയോ മറ്റുള്ളവരെയോ ഒക്കെ അച്ഛ അമ്മ എന്ന് വിളിക്കാനാവില്ല. ദിയ കൃഷ്ണ ഈ പോസ്റ്റ് എടുത്ത് റീഷെയർ ചെയ്തിട്ട് ദിയ എഴുതിയിരിക്കുന്ന സാധനം ഞാൻ അവിടെ വായിക്കാം. No matter what, I will forever stick on to my opinion because I have a spine. Few reaction videos against me won't make me ചേഞ്ച് മൈ ലൈഫ് ഡിസിഷൻ. ഞങ്ങൾ ആരും വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഡിസിഷൻ മാറ്റുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാര്യം കുടുംബപരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു പുച്ഛഭാവമുണ്ട്. എല്ലാത്തിനോടെ അങ്ങ് പുച്ഛവും പരിഹാസമാണ്. നിങ്ങളെ വെച്ചേച്ച് ആരുമില്ല, നിങ്ങളാണ് എല്ലാം എന്നുള്ളൊരു സാധനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് ദിയ നന്നാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. ദി വൺ ഹൂ ട്രൂലി ലവ് മീ നോസ് ഹൂ ഐ ആം ആൻഡ് ഹൗ ഐ ആം ടു എവ്രി വൺ. റെസ്പെക്ട് ഡസൻറ്റ് കം ഫ്രം വിത്ത് എ കോൾ ഓർ അഡ്രസ് എനി വൺ. ഇറ്റ് കംസ് ഫ്രം വാട്ട് വി ഡു ഫോർ ദം. Ashwin as well as his parents know how well I treat them and how much I have done for their family business. ഇതാണ് സത്യം പറഞ്ഞ അല്പത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ. അശ്വിൻ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളുടെ ഭർത്താവാണ്. അശ്വിൻ്റെ ഫാമിലിയും നിങ്ങളുടെ കുടുംബമാണ് അല്ലേ? അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു സേ ഇറ്റ് ഇൻ പബ്ലിക്. അത് നിങ്ങൾ വിളിച്ച് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുമ്പോഴത്തേക്ക് അതെന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കടമയാണ്, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് പബ്ലിക്കിൽ എന്തിനാണ് വിളിച്ച് പറയുന്നത്? അശ്വിൻ്റെ ഫാമിലിക്ക്, അശ്വിൻ്റെ ഫാമിലി ബിസിനസ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര അഹങ്കാരമായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ ഞാൻ ഈ പറയണത്? ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുതാം. സ്വന്തം ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഓരോന്നും ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇത്ര പബ്ലിക്കിൽ വിളിച്ചു പറയേണ്ട ആവശ്യം എന്തുവാ?
ദിയ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റേണ്ടത്. അല്ലാതെ 1-2 പേര് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എനിക്ക് റിയലൈസേഷൻ വന്നു എന്നും പറഞ്ഞിട്ട് അത് നിങ്ങൾ വന്നിരുന്ന് തിരുത്താനായിട്ട് നിൽക്കരുത്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഞാൻ ഒന്നും കൂടെ വായിക്കാം. ആസ് വെൽ ആസ് ഹിസ് പേരൻസ് നോ ഹൗ വെൽ ഐ ട്രീറ്റ് ദം ആൻഡ് ഹൗ മച്ച് ഐ ഹാവ് ഡൺ ഫോർ ദെയർ ഫാമിലി ബിസിനസ്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഓരോ നല്ല കാര്യങ്ങളൊക്കെ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവർ വന്നിരുന്ന് ഒരു അവസരം കിട്ടിയപ്പോൾ അത് വിളിച്ച് പറയാമെന്ന് പറയുന്നത് ഇതിലും വലിയ നാണക്കേടുണ്ടോ? അശ്വിനെ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടേതാണ് പറയാനുള്ളത്. നിനക്കിതൊക്കെ ഒന്ന് പറഞ്ഞ് തിരുത്തിക്കൂടെ? എല്ലാത്തിനും ഇങ്ങനെ വായും പൂട്ടിയും ഉണ്ടായിരുന്നു ഓ ബ്ര എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിലും ഭേദം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കഷ്ടം തോന്നുന്നു എനിക്ക് അങ്ങനെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ അമ്മ 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 എന്ന് വിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മീന അമ്മ എന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു പണ്ടത്തെ ഒരു വ്ളോഗാണ്. ഇവർ ഇത്രയും ഫാമിലി ബിസിനസ്സിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ. ഞാൻ അതിനകത്തെ ഒരു ചെറിയൊരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ഇത് വിൽപ്പനയ്ക്കാണ്. മുറുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാവുന്നു. സോ ഇത് ഈ കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ, ദോശപ്പൊടി വേണമെങ്കിൽ, ഓക്കെ നമ്പർ പറഞ്ഞു. അതെ, പ്ലീസ് വാട്സാപ്പ് ഓൺ 790-777-3932. പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇത് ഇങ്ങനെ ഓടിക്കൊണ്ട് പോകത്തില്ല നിങ്ങൾ വീഡിയോ കാണുമ്പോൾ. ഓടിക്കൊണ്ട് പോകില്ല, എഴുതി കാണിക്കുന്നത്. ഓടിക്കൊണ്ട് പോകാൻ ടെക്നിക്ക് ഒന്നും എനിക്കറിയാം. അത് ഉഗ്രം സാധനം. അശ്വിൻ്റെ അമ്മയുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് അശ്വിൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഫുഡോ കാര്യങ്ങളോ കഴിക്കണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ നമ്പർ പറയുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ട് പോകുന്ന രീതിയിൽ നമ്പർ വെക്കുന്നതായിരിക്കുമെന്ന്. അപ്പം അടുത്തുനിന്ന് ദിയ പറയുന്നത് ഓടിക്കൊണ്ട് പോകുന്ന ടെക്നിക്കൊന്നും എനിക്കറിയത്തില്ല, വേണമെങ്കിൽ ഞാൻ അവിടെ എഴുതി കാണിക്കാമെന്ന്. ഈ വ്ളോഗിനകത്ത് അത് എഴുതി കാണിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിവേ അത് ഇതൊരു വലിയൊരു സംഭവമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും ഇവർക്ക് ചിന്തിക്കാമായിരുന്നു അല്ലേ. പിന്നെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പോയി ഈ ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നതൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ദിയ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഓഫ്കോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യും. സ്വന്തം കുടുംബത്തിന് വേണ്ടി നല്ലൊരു കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിനു നിങ്ങൾ വന്ന് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത് വിളിച്ച് പറയണം? അപ്പം നിങ്ങൾ നിങ്ങളുടെ വിലയല്ലേ കൊണ്ട് കളയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊരു അന്യരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ. ഇത് ഭയങ്കര എന്തോ മഹാസംഭവം ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വന്തം ഭർത്താവിനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതിപ്പോൾ ദിയ അല്ല, ഇത് ദിയയുടെ സ്ഥാനത്ത് ഇനിയിപ്പോൾ ആരാണെങ്കിൽ തന്നെ ഇങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം ചാരിറ്റി ചെയ്യുന്നത് പോലും നമ്മൾ അവിടെ സഹായിച്ചു ഇവിടെ സഹായിച്ചു എന്ന് പറയുന്നത് പോലും ആൾക്കാർക്ക് പറയാൻ മടിയാണ്. എന്തുകൊണ്ടാണ് പറയാത്തത്? കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഒരു കൈ സഹായിക്കുന്ന മറ്റൊരു കൈ അറിയരുത് എന്നുള്ളൊരു സാധനമല്ലേ. അതിനെപ്പറ്റിയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്തായാലും ഇനി റീസെൻ്റ്ലി ഈ പേളി മാണിയുടെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് ശ്രീനീഷിൻ്റെ അമ്മയാണ്. ശ്രീനീഷിൻ്റെ അമ്മയെ പേളി വിളിക്കുന്നത് അമ്മയെന്ന് തന്നെയാണ്. പേളി മാണിയുടെ പല കാര്യത്തിനകത്തോട്ടും പേഴ്സണലി എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല, പല സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ടും. പക്ഷേ എന്നാൽ പോലും പേളി മാണി കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടുപഠിക്കാന്നേ ഉള്ളൂ ഇവർക്ക്. മനസ്സിലായില്ലേ? പേളി മാണി എവിടെയും ഈ അഹങ്കാരത്തോടെയും പുച്ഛത്തോടെയും ഒന്നും കാണിക്കുന്നൊന്നുമില്ല. ഫ്രണ്ടിൽ അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. ഈ ചുവപ്പ് നല്ല എടുത്ത് നിൽക്കുന്ന അമ്മയുടെ കളർ. എന്റെ മെരോൾ എടുത്ത് കൊടുത്തത് അമ്മയ്ക്ക് ചേരുന്ന കളർ അല്ലേ? കേട്ടോ, അതായത് അമ്മയ്ക്ക് ചേരുന്ന കളർ അല്ലേ. അമ്മ റെഡ് സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ആരാ പറയുന്നത്? സ്വന്തം മരുമകൾ പറയുന്നതാണ്. അതായത് ശ്രീനീഷിൻ്റെ അമ്മയെ പറ്റി പറയുന്നതാണ് പേളി മാണി. അപ്പം ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, നമ്മൾ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്ത്രീയെ അമ്മ എന്നൊന്നും വിളിക്കണമെന്നൊന്നുമില്ല. പ്രസവിക്കാതെ അമ്മമാരാവും. ഈ ലോകത്ത് എത്രയോ പേർക്ക്, എത്രയോ കുട്ടികൾക്ക് ഓർഫനേജിൽ താമസിക്കുന്നുണ്ടെന്ന് പറയാം. അവർക്ക് അവരുടെ അമ്മയും അച്ഛനെയും ആരാന്ന് പോലും അറിയാതെ ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരെ എല്ലാവരെയും കൂടി അപമാനിക്കുന്ന തുല്യമായിട്ടുള്ളൊരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിപ്പോഴും ഈ ഇതിനകത്ത് വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിരുന്ന് എന്തോ നിങ്ങൾ പറഞ്ഞ് അപ്പോളജൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിടാമല്ലോ, അല്ലെങ്കിൽ ആ അമ്മയെ അടുത്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാമല്ലോ. അതാണ് അതിൻ്റെ ഒരു മാന്യത. ഇത് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ വായിക്കാം. ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് പബ്ലിക്ലി ഇഫ് ഐ ഹേർട്ട് എനി വൺസ് ഫീലിംഗ് റിഗാർഡിംഗ് ദിസ് ഇഷ്യൂ ദാറ്റ് എ ഫോളോവർ ഓഫ് മൈൻ ഹാസ് സ്റ്റേറ്റഡ്. നിങ്ങളുടെ ഫോളോവർ പറഞ്ഞ പോലെ ആർക്കെങ്കിലുമൊക്കെ ഇത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ആ അമ്മയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യേണ്ടത്? ഒരു വീഡിയോ ചെയ്യണം. അമ്മ ഞാൻ ആ പറഞ്ഞ വാക്ക് തെറ്റായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണത്. എൻ്റെ അറിവ് കേടാണ് ഞാൻ സംസാരിച്ചത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന എൻ്റെ ഡബിൾ ഇരട്ടി സപ്പോർട്ട് കിട്ടത്തേ ഉള്ളൂ എൻ്റെ ഒരു അറിവിൽ. കാര്യം ദിയെ സംബന്ധിച്ച്
ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ്. ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ലക്ഷങ്ങൾ അടിക്കുന്നതാണ്. അത് കാര്യം അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ ഇത്രയും ഒരു നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തേ ഉള്ളൂ. ഈ പോയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തിരിച്ച് കയറി വരും. നേരെ മറിച്ച് വന്നിരുന്ന് പുച്ഛിച്ചുകൊണ്ട് നീയൊക്കെ വേണേ കണ്ടാൽ മതി, ഞാൻ ചാരിറ്റി ചെയ്യുന്നത് പോലെ തന്നെയാണ്, യവന്മാർക്കും കുറച്ച് കാശ് കിട്ടുന്ന കിട്ടിക്കോട്ട് എമ്മാതിരി ഡയലോഗൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. അത് യാതൊരുവിധ സംസാരമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ദിയ കൃഷ്ണയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വ്ളോഗുണ്ട്. അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം. ഹായ് ഓസി, ഞാൻ ചേച്ചിയുടെ എല്ലാ വ്ളോഗ്സും കാണുന്നതും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ മദേഴ്സ് ഡേ വ്ളോഗിൽ ചേച്ചി പറഞ്ഞ ഒരു കാര്യം കേട്ട് ഹേർട്ടായി. സ്വന്തമായി അച്ഛനും അമ്മയും ഇല്ലാത്തവർ മാത്രം മറ്റുള്ളവരുടെ പേരൻസിനെ അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ചാൽ മതി. ചേച്ചി ആരും ഇവിടെ അച്ഛൻ അമ്മ ഇല്ലാതില്ല. അങ്ങനെ വിളിക്കാൻ ആൾക്കാർ ഉള്ളത് ഒരു അഹങ്കാരമായി കണക്കാക്കണ്ട. അതൊരു ഭാഗ്യമാണ്. അതില്ലാത്തവർക്കേ അറിയൂ അതിന്റെ വിഷമം. ഇപ്പം ഉള്ളതെല്ലാം തിരിച്ചെടുക്കാൻ ദൈവത്തിന് അധികം സമയം ഒന്നും വേണ്ട. ഒന്നും നമ്മുടെ കയ്യിലല്ല. നിങ്ങൾ ആരെ എന്ത് വിളിക്കണമെന്ന് ഉള്ളത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. ബട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഓരോന്ന് വന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് എങ്ങനെ ഹേർട്ട് ആവുമെന്ന് കൂടി ആലോചിക്കുക. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മനസ്സിലായി? അത് ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്നും വന്ന് സംസാരിക്കരുത്. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു മനുഷ്യരും ഈ ലോകത്തുണ്ടാവത്തില്ല, മനസ്സിലായ? അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ദിയ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുന്നേ ആദ്യം ചിന്തിക്ക്. മെഴുകുന്നതിന് മുന്നേ വന്നിരുന്നങ്ങ് ന്യായീകരിക്കുവാണ്. അതായത് ഞാൻ എങ്ങനെയല്ല ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉറച്ചു നിൽക്കുന്നു, ഞാൻ സ്വന്തം ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണോ ഇവിടെ സംസാരിക്കുന്നത്? നിങ്ങളിത് പറയും തോറും നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ പറ്റി പറഞ്ഞ് മടുത്ത് ഇപ്പോഴും കുറേ ആൾക്കാർ കുത്തിയിരുന്ന് ഇവരുടെ വ്ളോഗും കണ്ട് ഇവരെന്തോ മഹാസംഭവമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറ്റിക്കപ്പെടുവാണ്. നിങ്ങൾക്കൊക്കെ വെറും പട്ടിയുടെ വിലയാണ് ഇവർ തിരിച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിയിട്ടില്ല. അയ്യോ എൻ്റെ ഓസി മോളെ, അയ്യോ എൻ്റെ ഹൻസു മോളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കുവാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കും നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് ഇവർ തരുന്നതെന്ന്. ഇവരൊന്നും തരുന്നില്ല. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനെപ്പറ്റി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.